വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് മസാല ഷവായി മന്തി റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടാണ് വെന്തിട്ടുള്ളത്. അതേപോലെ മസാല കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാല ഷവായി മന്തി റെസിപ്പിയാണിത്. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് മസാല ഷവായിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഇവിടെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, 2 വലിയ തക്കാളി, ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മല്ലിയില, എരിവിന് ആവശ്യമായുള്ള പച്ചമുളകും, അതേപോലെ വറ്റമുളക് ഞാൻ ഓൾറെഡി ചെറുചൂട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട്, പിന്നെ ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് പച്ചമുളകും വറ്റമുളകും കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഞാൻ. അങ്ങനെ അരപ്പ് ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഉപ്പും വിനാഗിരി ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മസാലയൊക്കെ നന്നായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കണം കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കുക്കറിലേക്കാണ് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കുന്നില്ല. മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ അത് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ നന്നായിട്ട് കുക്കാണ്, നല്ല ജ്യൂസി ആയിട്ട് നന്നായിട്ട് വേവണം. അതുകൊണ്ടാണ് 3 വിസിലെന്ന് പറഞ്ഞു കേട്ടോ. കുക്കറിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് നന്നായിട്ട് വെന്ത് സെറ്റായിരിക്കുന്നുണ്ട്. ഇനി ഒരു കടായി അടപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചിക്കൻ ഇപ്പോൾ കുക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ മൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് കുക്കായതിന് ശേഷം അപ്പുറത്തെ സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ ചിക്കൻ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. കുക്കറിൽ കുറച്ച് മസാല ബാക്കി വന്നിട്ടുണ്ട്. ആ ബാക്കി വന്ന മസാല നമ്മളിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മസാലയും ഈ ചിക്കനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ ഇരുന്നൊന്ന് സെറ്റാവട്ടെ. ഈ സമയം കൊണ്ട് നമുക്കിനി മന്തി റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി കുക്കർ അടുപ്പത്ത് വയ്ക്കാം. കുക്കറൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ബിരിയാണി ഹോൾ സ്പൈസസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയും കൂടിയും ചേർത്ത് കൊടുത്തൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അരി വേവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അതിലേക്ക്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി കുക്കർ തുറന്ന് നോക്കാം. നല്ല സെറ്റപ്പിൽ ചോറ് നന്നായി വെന്തിട്ടുണ്ട്. ഓവറായിട്ട് വെന്ത് ഇതായിട്ടില്ല. നല്ല കറക്റ്റ് വേവാണ് കേട്ടോ. ഇങ്ങനെ വേവണം. ഈ ഒരു വേവാണ് വേണ്ടത്. ഈ കുക്ക് ചെയ്തിട്ടുള്ള റൈസ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മസാല ഷവായി ചിക്കൻ ഇല്ലേ, ഇതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിൽ കൂടി ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ മസാല ഷവായി മന്തി ഇവിടെ റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ഐറ്റമാണ്. നല്ല ജ്യൂസി ആയിട്ടാണ് നമ്മുടെ ചിക്കൻ വെന്തിട്ടുള്ളത്. അതേപോലെ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയും ഈ ഒരു ചിക്കനും കൂട്ടി നമുക്ക് ഈ റൈസ് കഴിച്ച് നല്ലൊരു പെർഫെക്റ്റ് കോംബോയാണ് കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും എനിക്ക് വെള്ളം വന്നിട്ട് വയ്യ. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റായിരുന്നു. മസ്റ്റ് ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായം പറയൂ. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഇടണേ. അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കണം കേട്ടോ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.